കാമുകിയുമായിട്ടുള്ള ബന്ധം അത് വിവാഹത്തിലെത്താൻ അത് തടസ്സമായി ആ കാമുകിയുടെ കുഞ്ഞുണ്ട് എന്നുള്ള തോന്നലിൽ ഒരു കാമുകൻ ചെയ്ത ക്രൂരത ആ കുഞ്ഞിനെ നിലത്തടിച്ചു കൊല്ലുകയായിരുന്നു. എത്രമാത്രം നികൃഷ്ടമായിട്ടുള്ള, എത്രമാത്രം ക്രൂരമായിട്ടുള്ള മാനസിക നിലയാണ് എന്ന് നോക്കുക. ദുരഭിമാനക്കുലകൾ അത് രാജ്യത്ത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതും വലിയ ആശങ്കയാണ്. ഈ വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി എത്താം. സ്വാഗതം ഒരിക്കൽ കൂടി. വിവാഹത്തിന് തടസ്സം, കാമുകിയുടെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ നിലത്തടിച്ച് കൊന്ന യുവാവ് പോലീസിനെ ആക്രമിച്ച പ്രതിയെ വെടിവെച്ച് വീഴ്ത്തി. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം. സുമിത് രതി ദമ്പതികളുടെ മകൻ ആരവാണ് അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. പ്രതി വിരാജ് എന്നറിയപ്പെടുന്ന ജിതേന്ദ്ര പാഠകൻ. ആരാവൺ സ്വദേശിയായിട്ടുള്ള രതി നേരത്തെ സുമിത് എന്നയാളുമായി വിവാഹിതയായിരുന്നു. അവിടെയുണ്ടായ വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുടർന്ന് ആ ബന്ധം ഇല്ലാതായി. അങ്ങനെ കുറച്ച് നാളുകളായി ഈ രതി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. സ്വന്തം വീട്ടിലായിരുന്നു രതിയുടെ താമസം. ഈ പ്രതിയായിട്ടുള്ള വിരാജ് അങ്ങനെ രതിയുമായി ഇതിനിടയിൽ പ്രണയത്തിലായി. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അയാൾക്ക് എന്നാണ് പോലീസ് പറയുന്നത്. രതിയോട് ഈ വിരാജ് അല്ലെങ്കിൽ ജിതേന്ദ്ര നേരത്തെ പ്രണയാഭ്യർത്ഥന ഒരിക്കൽ നടത്തുകയും ചെയ്തു. തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് അവൾ മറുപടി പറഞ്ഞത്, ഞാൻ ഇപ്പോൾ വിവാഹിതയാണ്, മാത്രമല്ല എനിക്ക് ഒരു മകനുണ്ട്. ആ പേരിലാണ് രതി ആ വിവാഹ അഭ്യർത്ഥന അന്ന് നിരസിച്ചത്. ഈ രണ്ടുപേരുടെയും ബന്ധത്തിൽ കുട്ടി ഒരു തടസ്സമാണ് എന്ന് അയാൾ കണ്ടു. അയാൾക്ക് അത്തരമൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഈ ശനിയാഴ്ച രതിയുടെ അടുത്തെത്തിയ ജിതേന്ദ്ര മിഠായി വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് ആ കുട്ടിയെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ആളൊഴിഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ ആ കുട്ടിയെ അതിക്രൂരമായി നിലത്തടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. തുടരെ കുട്ടിയെ ആഞ്ഞാഞ്ഞ് നിലത്തേക്ക് അടിക്കുന്നതിന്റെ അതിക്രൂര ദൃശ്യങ്ങളാണ് CCTVയിലുള്ളത്. അതിനുശേഷം ആരും അറിയാതെ ആ കുട്ടിയെ ഇയാൾ തന്നെ എടുത്തുകൊണ്ട് പോകുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം. बुआ का लड़का मेरे पास फोन करता रहा, हम रिश्ता देखते रहे, मेरा देवर है, उस जरिए से हम बात करते रहे। फिर बोला हम मिलने आ रहे हैं, वो आया, हमसे बोला शादी कर लो। हमने कहा नहीं, मेरे पास एक बच्चा है ना। तो यहाँ पे मिलने आया, बाबू से बोला बाबू चलो टॉफी खाने चल रहे हैं। मैंने बाबू दे दिया। मैंने कहा अपना ही तो बहुत ही तो ले जा रहा है। मौसी ने बोला छोटे से बच्चे से कि तुम चले जाओ साथ में, तो बोला कि वो इधर ही तो गए हैं भैया। मैंने इसको भी नहीं भेजा, मैंने जा रहा है जाने दो। उसने ऐसे मारा मेरे बच्चे का पूरा गर्दन ऐसे झूल रहा है। क्या धरती पटक दिया, क्या किया ऐसा? कहाँ पर पटका, किस जगह पर? അതിക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു അത്. ഈ സംഭവം അറിഞ്ഞ കുട്ടിയുടെ വീട്ടുകാർ ഓടിയെത്തിയ കുഞ്ഞിനെ ആശുപത്രിയിലേക്കൊക്കെ എത്തിച്ചു. പക്ഷേ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇതിനിടെ ഈ സംഭവ സ്ഥലത്ത് നിന്നും ജിതേന്ദ്ര ഓടി രക്ഷപ്പെട്ടിരുന്നു. റോഡിൽ ചലനമറ്റ് കിടക്കുന്ന നിലയിലായിരുന്നു ആ കുഞ്ഞ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. उसका देवर आया मेरे यहाँ पे, बहुत अच्छे से बात करता था, बुआ का लड़का, और उसने बेटे को, मेरी बेटी के बेटे को टॉफी के बहाने ले गया।
और गली में पटक के मार दिया। मेरी बेटी से कह रहा था शादी कर लो। मेरी बेटी ने कहा नहीं, मैं शादी नहीं करूँगी, मैं जैसे खुश हूँ अपने बच्चे में, अपने पति में खुश हूँ। तो उससे बोला मेरी साइड हो जाओ। मेरी बेटे को ले जा करके पटक के मार दिया, गेट के बाहर लिटा दिया। कितने साल का आपका देवता? 1.5 साल का है। മണിപ്പൂരി റോഡിലുള്ള ആ കവലയിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയാണ്. അങ്ങനെ പോലീസ് അവിടേക്ക് എത്തി. പക്ഷേ അന്നേരം ഒരു ചെറിയൊരു പൊന്തക്കാടിനുള്ളിലേക്ക് ഇയാൾ മറഞ്ഞിരുന്നു. എന്നിട്ട് അയാളുടെ കയ്യിൽ 2 പിസ്റ്റൾ കൊണ്ട് പോലീസിന് നേരെ നിറയൊഴിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് അങ്ങനെ തിരികെ വെടിയുതിർക്കുകയാണ്. പോലീസ് പ്രത്യാക്രമണം നടത്തി. ആ പ്രത്യാക്രമണത്തിൽ ആ വിരാജിന്റെ മുട്ടിന് താഴെ വെടിയേൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ പിസ്റ്റൾ വെടിയുണ്ടകളൊക്കെ കണ്ടെടുത്തു എന്നാണ് പോലീസ് അറിയിച്ചത്. നിരന്തരമായി ഈ രതിയോട് വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടും മകനുണ്ട് എന്നുള്ള പേരിൽ അത് നിരസിച്ചു. അതിലെ ദേഷ്യമാണത്രേ ആ കുട്ടിയെ കൊന്നു കളഞ്ഞേക്കാം എന്ന് അയാൾക്ക് ഒരു തോന്നലുണ്ടാക്കിയത്. ആ തോന്നലിലാണ് അയാൾ അന്ന് രാത്രി വളരെ ആസൂത്രിതമായി ആ കുഞ്ഞിനെ കൊല്ലാം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ അന്ന് രതിയുടെ വീട്ടിലേക്ക് എത്തിയത്. എന്നിട്ട് മിഠായി വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞാണ് ആ കുഞ്ഞിനെ വളരെ തന്ത്രപൂർവ്വം കൈക്കലാക്കി കൊണ്ടുപോകുന്നത്. നടനും 1.5 വയസ്സുകാരൻ്റെ അതിദാരുണമായിട്ടുള്ള അന്ത്യം.